ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നമ്മൾ രാവിലെ ഇന്ന് 4 മണിയായി എണീറ്റു കേട്ടോ. ഇന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പാക്ക് ചെയ്യാനുണ്ട്, കുറെ ലേബൽ ഒട്ടിക്കാനുണ്ട്. പിന്നെ എന്റെ അമ്മ വരുന്നുണ്ട് ഇന്നെന്ന് പറഞ്ഞു. വരുമില്ലെന്ന് അറിയില്ല, എന്നാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഔട്ട് സൈഡ് പോകാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും രാവിലെ എണീറ്റു. ഞാൻ ബ്രെഡ് മൊരിച്ചു കേട്ടോ. ബട്ടർ ഇട്ടിട്ട് ഇങ്ങനെ ബ്രെഡ് മൊരിച്ചാൽ അച്ഛന് ഇഷ്ടമാണ്, അവൻ കഴിച്ചിട്ട് പോയിക്കോളൂ. അപ്പൊ അവന് 2 മതി എന്ന് പറയും. അപ്പൊ അതെടുത്ത് വെച്ചു. ഞാനും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. ഈ ബ്രെഡ് 3 മൊരിച്ചു, അത് കഴിക്കാം. എന്നിട്ട് ഞാൻ കഴിച്ച ഈ പാത്രം കൊണ്ട് അത് മൂടി വെക്കും. അങ്ങനെ ഒപ്പിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എടുത്ത് വെച്ച് ഇത്ര ആയിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ. അവന്റെ കാര്യം ഓക്കെ ആയല്ലോ. അങ്ങനെ പുറത്ത് ഇതാ പതുക്കെ വെട്ടം വീഴുന്നേ ഉള്ളൂ കേട്ടോ. വെട്ടം വന്നു പറയാൻ പറ്റത്തില്ല, ആ രീതിയാണേ. നമുക്ക് തുറന്നു നോക്കാം. ചെറുതായിട്ട് വെട്ടം വന്നു തുടങ്ങി. രാവിലെ എണീറ്റ് നമ്മുടെ കുഞ്ഞിന് ഫുഡ് കൊടുത്തു, അതിനകത്ത് ഇട്ട് കൊടുത്തു, വെള്ളവും കൊടുത്തു. അതെല്ലാം കൊത്തി തിന്നു. അങ്ങനെ അതെല്ലാം കൊത്തി തിന്നു. ഇപ്പൊ എന്റെ അടുത്ത് തോളത്തിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നേ. പക്ഷെ ഇതിനെ നമ്മൾ തോളത്ത് വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പണികളൊന്നും നടക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവിടെ ഇരുന്ന് തിന്നട്ടെ എന്ന് ഓർത്തുകൊണ്ട് അതിനേക്കാളും വലിയ നട്ട്സ് ഒക്കെ എടുത്ത് കൈ കൊണ്ടൊക്കെ പിടിച്ച് ആഘോഷവും ചേട്ടൻ തിന്നോളൂ കേട്ടോ. ഹാപ്പിയായി. ഇപ്പം അങ്ങനെ കുറെ നേരമൊക്കെ ഇരിക്കട്ടെ. എന്നെ കണ്ടിന് ഭയങ്കര കരച്ചില്ല ആ രീതി. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് ഓർത്ത്. പിന്നെ ഞാൻ ഇതിന് ഇപ്പൊ മല്ലിച്ചപ്പും പുതിനയും കൊടുക്കാൻ തോന്നുന്നു. ഇതിന് ഞാൻ ഇടയ്ക്ക് പുതിനേന്റെ ഇല കൊടുക്കാറുണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കഴിച്ചു. അപ്പം ഇനിയിപ്പോ അത് ഫ്രഷ് ആയിട്ട് മേടിച്ചു കൊടുക്കണം. അങ്ങനെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം. ഇതിനെടുത്തോണ്ട് നടന്നാൽ ഇത് ഭയങ്കരമായിട്ട് എന്റെ മൈക്ക് ഒത്തും എല്ലാ ബട്ടൺസും ഒത്തും ഇട്ടേക്കുന്ന ഉടുപ്പെല്ലാം നശിപ്പിച്ച് കൈ തരും. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. എന്നെ ഇവിടെ ഹാളിൽ തന്നെ കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നുള്ളൂ. ഇതാണ് അടുത്ത സീൻ കേട്ടോ. ഇതിന് പ്രകൃതി കാണാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ വെച്ചിട്ടുള്ളപ്പോ ഡോഗ്സിനെ എല്ലാം കൂട്ടി കയറ്റി നന്നായിട്ട് കൂട്ടിയിട്ട് മിലോനെ ഞങ്ങൾ മുറ്റത്തോട്ട് വിടും കേട്ടോ. അപ്പൊ അതിന് ഭയങ്കര ഇഷ്ടം അതിലെ പ്രകൃതിയൊക്കെ കണ്ണടക്കാൻ. എപ്പോഴും അങ്ങനെ വിടാൻ പറ്റില്ല, അയറ കടിച്ചു കീറി കളയും. നമ്മളുള്ളപ്പം സേഫ് ആക്കിയിട്ട് ഡോഗ്സിനെ കൂട്ടിലിട്ട് സേഫ് ആക്കിയിട്ട് മാത്രമേ നമുക്ക് അതിന് വിടാൻ പറ്റുള്ളൂ. ഇതിന് ഭയങ്കര ഇഷ്ടം, ദൂരം കണ്ടാലും മതിയാവില്ല. അപ്പൊ എല്ലാ ജനലേക്കിടെ ഇങ്ങനെ കയറി കർട്ടന്റെ അകത്ത് ജനലിന്റെ ആ ഒരു വിരിപ്പേരും ആക്കിയുള്ള സ്ഥലത്ത് ഒക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പ്രകൃതി കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ ഈ ഓക്സിജനേറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിന് കാണാം ശരിക്കും പുറത്തോട്ട്, ജനൽ അങ്ങനെ തുറന്നിട്ടാലും. അപ്പൊ അങ്ങനെയാണ് എത്ര മണിക്കൂർ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നതെന്നറിയോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാ രാവിലെ ഇപ്പം കാറ്റൊക്കെ അടിച്ച് തണുപ്പൊക്കെ അടിച്ച് പ്രകൃതി കാണാൻ പോയിരിക്കുക ചേട്ടൻ. അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് വേഗം ചായ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ പാക്കിങ് തുടങ്ങാം. അപ്പൊ അശ്വനിച്ച് പോയി ഗേറ്റ് ഒക്കെ അടച്ചു. പിന്നെ ഡോഗ്സിനൊക്കെ ഞാൻ വീണ്ടും തുറന്നു വിട്ടു. അപ്പൊ ഇത് ഒരാള് തന്നേക്കുന്ന ഓർഡറാണ്, കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. എന്നോട് എപ്പോഴും സാധനങ്ങൾ മേടിക്കുന്നതാണ്. അപ്പൊ ബൾക്കായിട്ടൊരു ഓർഡർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് പാക്ക് ചെയ്യണം. ഒത്തിരി ചെടികളാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും പിന്നെ ഒത്തിരി കിച്ചൺ ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം ഏതൊക്കെ പ്രൊഡക്റ്റുകൾ അവർ മേടിച്ചേക്കുന്നതെന്നുള്ള. 1 കിലോ കറി മഞ്ഞള്, പിന്നെ 90 സെന്റിമീറ്ററിന്റെ ആണ് ഇത് പാന്റീസ്. 85ന്റെ ഉണ്ട്, 90ന്റെ ഉണ്ട്, പിന്നെ 100ന്റെ ഉണ്ട് കേട്ടോ. XXL ഉണ്ട്, XL ഉണ്ട്, ലാർജും ഉണ്ട്. ഇത് നന്നായിട്ട് വയർ ഒതുങ്ങും, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയും അലാസ്റ്റിക് വീതി കൊടുത്തേക്കുന്നുണ്ട്. ഇപ്പൊ 1-2 ലെയർ നമുക്കുണ്ടെങ്കിൽ സാരി ഉടുക്കുമ്പോഴും ഡ്രസ്സ് ടൈറ്റ് ഉള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇപ്പൊ ഇതുപോലത്തെ ഡ്രസ്സ് ഒന്നും ഇട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ജീൻസിന്റെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വയർ ഇങ്ങനെ തള്ളി ലെയർ പോലെ നമുക്ക് കുറേ പേർക്കെങ്കിലും. അപ്പൊ അങ്ങനെ അത് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. 1-2 ലെയർ ഉള്ളിലേക്ക് അങ്ങ് മട്ടങ്ങി ഒതുങ്ങും. അതേപോലെയാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ. അപ്പൊ ഭയങ്കര ഉപകാരമാണ്. അതുകൊണ്ട് അത് എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ടീ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞള്. പിന്നെ ഇത് വയനാടൻ കൊടംപുളിയാണ്. കൊടംപുളിയുണ്ട്, വാളംപുളിയുണ്ട്. നമുക്ക് ഇത് കൊടംപുളി. പിന്നെ അവർ നല്ല ഭംഗിയുള്ള 2 നെക്ലേസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കണ്ട അല്ലേ. ഇത് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. കഴുത്ത് ഒക്കെ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇത് 2 നല്ല നെക്ലേസ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിപൊളിയാണ് കൂട്ടരെ. നല്ല ഭംഗിയുള്ള ആഭരണങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതല്ല. പിന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കുറെ തവികളാണ് കേട്ടോ. മരത്തിന്റെ തവിയാണ്. ഇത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള 6 തവികള് ഒരേ മോഡലിന്റെ ഫുൾ മരത്തിന്റെയാണ്. അതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോവോ ആളി പറഞ്ഞു പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടരെ. എന്തൊരു സ്റ്റാൻഡേർഡ് ആണെന്നറിയോ. നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നാൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിൽ ഇങ്ങനത്തെ ഈ ക്ലാസി ലുക്കുള്ള ഐറ്റംസ് അങ്ങനത്തെ കൊണ്ടുവെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അല്ലേ തന്നെ നല്ലതാണ്. നമ്മൾ മരത്തവി ഞാൻ കിച്ചണിൽ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന മരത്തവികളാണ്. അങ്ങനെ പിന്നെ കറികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലെയുള്ള 4 എണ്ണം ഒരു മീഡിയം ടൈപ്പ് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെടുത്തിട്ടുണ്ട്.
പിന്നെ അതായത് അച്ചാറോ എന്തെങ്കിലും തോരനോ ഒക്കെ അങ്ങനെ എടുക്കാവുന്ന അങ്ങനത്തെ 2 സ്പൂൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പിന്നെ തേങ്ങാ കമ്പിയാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. തേങ്ങ കൊത്തി കൊത്തി എടുക്കാൻ ഭയങ്കര ഉപകാരം. നമുക്ക് തേങ്ങ അരിഞ്ഞിടേണ്ട മീൻകറിയിലും പായസത്തിലും അങ്ങനെ കുറെ പർപ്പസ് തേങ്ങ കൊത്തി അരിഞ്ഞെടുക്കേണ്ടതുണ്ടല്ലോ, അതിനിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ എടുത്താൽ മതി. അടിപൊളിയാണ്. ഇതൊക്കെ ഞാൻ എത്രയോ നാളായിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ അത്രയും സാധനങ്ങൾ. ഇതാണ് ഇങ്ങനത്തെ ഐറ്റംസ്. ഇനി ഞാൻ ചെടി പരിചയപ്പെടുത്തി തരാട്ടോ, അവരേതൊക്കെയാണ് മേടിച്ചേക്കുന്നതെന്ന്. ഈ നമ്മൾ വിൽക്കുന്ന ചെടികളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വേരും മണ്ണും ഒക്കെ ആയിട്ട് വലിയ ചെടികളാണ് കേട്ടോ വിൽക്കുന്നത്. നിങ്ങൾ തരുന്ന പൈസ നഷ്ടമാവത്തില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ എടുക്കണം. നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ വെറുതെ ഷൂട്ട് ചെയ്യുക, എനിക്ക് അയക്കണ്ട. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്ക് അയക്കാം. എന്തെങ്കിലും പ്രൊഡക്റ്റ് അതിൽ കുറവുണ്ടല്ലെങ്കിൽ പൊട്ടി അല്ലെങ്കിൽ ഡാമേജ് ആണ് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലെങ്കിൽ ചെടികൾ ഇപ്പോൾ കരിഞ്ഞു ഉണങ്ങിപ്പോയി തുറക്കുമ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് തിരിച്ച് ആ വീഡിയോ അയക്കാം. ഓപ്പൺ വീഡിയോ മുതൽ ആദ്യം ഒരു കട്ട് ചെയ്യുന്ന മുതൽ കേട്ടോ, ഒരിക്കൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്യല്ലേ. ഈ മുത്ത് പറിക്കാൻ വേണ്ടിയിട്ട് പോയി ഇതിന് അതാ എടുക്കാൻ പറ്റുന്നില്ല നല്ല ഡ്രസ് ഇട്ടിട്ട്. അപ്പൊ ഇത് ബട്ടർ ഫ്രൂട്ട് നമുക്ക് അവോക്കാഡോന്റെ തൈയാണ് കേട്ടോ, അടിപൊളിയാണ് കൂട്ടുകാരെ, അത് മേടിച്ചോണേ. ഇത് നമ്മൾ കോഞ്ചിയ, ഞാൻ എല്ലാത്തിന്റെയും സൈഡില് എഡിറ്റ് ചെയ്യുമ്പോൾ കുത്തികളയില്ല അങ്ങനെ കൊടുക്കുന്നു. എല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ സൈഡില് ഇതിന്റെയൊക്കെ പൂക്കൾ ചേർത്തേക്കാം. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്, ഒരിക്കലും പോവില്ല ഇതൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല ചെടികൾ, ക്രീപ്പർ പ്ലാന്റുകൾ സെയിലിന് എടുത്തേക്കുന്നത്. വലിയ ചെടികൾ നമ്മൾ കൊടുക്കുന്നത്. ഇതൊന്ന് മടക്കിയിട്ട് നമുക്ക് എങ്ങനെയും പാക്ക് ചെയ്യണം. അങ്ങനെയാണ്. ഇത് നമ്മുടെ കമ്മൽ ചെടി എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ. അതിന്റെ അടുത്തുണ്ട് നിറച്ചുണ്ടാവട്ടെ ജിമിക്കി കമ്മല്. ജിമിക്കി കമ്മലിന്റെ ചെടിയാണിത് കേട്ടോ. എന്ത് രസമാണ് നിറച്ചുണ്ടായി കിടക്കുന്നുണ്ടെങ്കിൽ കൊത്തിയാവും നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ. ശരിക്കും ജിമിക്കി കമ്മൽ പോലെ തന്നെ അടിപൊളിയാണ് അത്. അതങ്ങനെ. പിന്നെ അവര് 2 കമേലിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമേലിയന്റെ വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ചേർക്കാട്ടോ. ഇതിന്റെ റേറ്റ് കണ്ടോ, 5000, 7000, 10000 അങ്ങനെയൊക്കെയാണ് അതിന്റെ റേറ്റ്. ഞാൻ തന്നെ അത്യാവശ്യം വലിയ ചെടികൾ ഇവിടെ മേടിച്ചേക്കണം 3500 രൂപയ്ക്കൊക്കെ ആയിരുന്നു. ഒരു മീഡിയം പൂക്കൾ ഉണ്ടായി തുടങ്ങിയ ചെടികൾ മേടിച്ചാൽ അങ്ങനെ. അതിന്റെ വലിയ ചെടി മേടിക്കണമെങ്കിൽ 10000 രൂപ വരെ കൊടുക്കണം. അത്ര റേറ്റ് ഉള്ള സാധനമാണ് ഇത്. പക്ഷെ അത്രയും ഭംഗിയുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ആ പൈസ കൊടുക്കുന്ന നഷ്ടമല്ല. എല്ലാ കൊല്ലം പൂവുണ്ടാവും, എല്ലാ പ്രാവശ്യം പൂവുണ്ടാവും. എത്ര വട്ടം ഒരു വർഷം പൂവുണ്ടാവും എന്ന് അറിയാം, നിറച്ചുണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. ആദ്യം ഒന്ന് വളർന്നൊന്ന് കിട്ടി ഒന്ന് പൂത്ത് കിട്ടുന്ന വരെ ഒരു ഇച്ചിരി ഒരു താമസമുണ്ട്. ചെടിച്ചട്ടിയിലേക്ക് വെച്ചാൽ മതി. ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഈ 19 ഒക്കെ ഫ്ലിപ്കാർട്ടിൽ താമസമാണ് ഇന്ന് മേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വളക്കടകളിൽ നിന്ന് അങ്ങനത്തെ മേടിച്ചിട്ട് കുറച്ച് വെതറി കൊടുക്കുക. അങ്ങനെയൊക്കെ ചാണകം നനച്ചു കൊടുക്കുക, ചെടിച്ചട്ടിയിലേക്ക് വെക്കുക. അതാ നല്ലത്. ഇത്രയും വലിയ തൈകളാണ് നമ്മൾ വിൽക്കുന്നത്. നോക്കാം അതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ തൈകൾ എന്ത് ലാഭമാണെന്ന് നോക്കിയാൽ ഈ ഒരു റേറ്റിന്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട്. 2 എണ്ണം, ഒരു പിങ്കും റെഡും ഉണ്ട്, അല്ലെങ്കിൽ 2 എണ്ണം ഏതെങ്കിലും 2 എണ്ണം മേടിച്ച് ഞാൻ റേറ്റ് കുറച്ച് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, കോംബോ ഓഫർ ഉണ്ട്. ഇത് നമ്മുടെ മണിമുല്ലയാണ്. നമ്മുടെ വീട് മൊത്തം മണിമുല്ലയിൽ അഭിഷേകം. ഇപ്പം എന്തോ ഭംഗിയ, എന്തൊരു മണം അതുണ്ടാകുമ്പോ പൂക്കളുണ്ടാകുമ്പോ എന്നറിയോ. അങ്ങനെ ഇത് ഗാർലിക് വൈൻ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ പൂത്ത് ആയിട്ടുണ്ട്. അടിപൊളിയാണ് ഗാർലിക് വൈൻ. ഇതിന്റെ വെളുത്തുള്ളി ക്രീപ്പർ എന്നാണ് ഇതിന്റെ മലയാളം. പിന്നെ ശരിക്കും ഇതിന്റെ ഇലയൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഞരടിയിട്ട് മണത്ത് നോക്കിയിട്ടുണ്ട്. ഈ വെളുത്തുള്ളിന്റെ അതേ മണം. പാമ്പ് വരില്ല എന്നൊക്കെ പറയണു. ഞാൻ കുറെ നട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറമ്പിക്കട കുറെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത് ബ്ലീഡ് ഹാർട്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇതിന്റെ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് സൈഡിൽ കൂടെ പറ്റിയാൽ കൊടുക്കാവേ. ബ്ലീഡ് ഹാർട്ട് ഒരു രക്ഷയില്ല കൂട്ടരെ. ഞാൻ എന്റെ വെള്ളയാണ് വിൽക്കുന്നത്. റെഡും ഉണ്ട് ഇവിടെ, വെള്ളയാണ് കൂടുതൽ ഭംഗിയപ്പാതാ വിൽക്കുന്നത്. ഇത് നമ്മുടെ ക്ലിയോഡെൻഡ്രം എന്ന് പറയുന്ന അത് എന്തോ ഒരു ഭംഗിയാണെന്നറിയോ, എന്ത് രസമാന്ന് നോക്കി. ഇതിന്റെ പൂക്കള് നമ്മുടെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ. ഇത് ചെടിച്ചട്ടിയിലേക്കും വെക്കാം, നിലത്തും വെക്കാം. പക്ഷെ നിലത്ത് വെക്കുന്നതായിരിക്കും ഒന്നോടെ നല്ലത്. കുറച്ചൊരു കുറ്റി മരം പോലെ നിറച്ചുണ്ടായി കിടന്നോളും. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ സൺഡേ മൺഡേ ആണ് ഇത്. അതുണ്ട്. പിന്നെ ഇതൊരു രക്ഷയില്ല കേട്ടോ. ബുഹീന നമ്മുടെ ഇപ്പൊ വിരിയാൻ വേണ്ടി മുട്ടിട്ട് നിറച്ച് നിപ്പുണ്ട്. വിരിഞ്ഞ കാണിച്ചു കേട്ടോ. ബുഹീന എന്റെ അമ്മോ, ഇതാണ് ചെടികളിലെ രാജ്ഞി. എന്റെ ദൈവമേ, എന്തൊരു ഭംഗിയാണ് ഇതിന്റെ പൂക്കള്. ഒരു രക്ഷയില്ല. ഒരു 6 മാസം നിൽക്കും. ഒരിക്കൽ വിരിഞ്ഞ 6 മാസം ആ പൂക്കൾ നിൽക്കും. ഒരു രക്ഷയില്ല കൂട്ടുകാരെ. ആ മഞ്ഞ ഓറഞ്ച് കൂടി അങ്ങ് വിരിയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. ഇത് പിന്നെ കാസ്ക്ലോ കേട്ടോ, അറിയാലോ. നിറച്ച് ഇങ്ങനെ ഗേറ്റിലൊക്കെ നമുക്ക് പടർത്തി വിടാം. ഓടിന്റെ പുറത്തോട്ടൊക്കെ പടർന്നു കയറി നിറച്ചുണ്ടാവും കാസ്ക്ലോ. ഇത് കനേഡിയൻ കൊന്നേന്റെ തൈ. ഇത് നമ്മുടെ അടുത്ത് കുറെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഞാൻ വീണ്ടും സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ കൊടുക്കാനുണ്ട് ഓൾറെഡി. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ. അപ്പം കനേഡിയൻ കൊന്ന വന്നിട്ടുണ്ടേ. അപ്പൊ ഇത്രയും ചെടികൾ അവർ മേടിച്ചുകൊണ്ട് ഞാനൊരു മരമുല്ലയുടെ തയ്യും കൂടി. ഇത് ചെറിയ ചെടി നോക്കണ്ട കേട്ടോ. ഇത് അടിപൊളിയായിട്ട് പെട്ടെന്ന് വളർന്നു കിട്ടും. നിറയെ ഉണ്ടാവും മരമുല്ല. മുല്ലപ്പൂവാണേ, മണമുണ്ട്, നല്ല മണമുണ്ട്. ഒരു ചെറിയ മരം നിറച്ച് മുല്ലപ്പൂ ഉണ്ടായി നിന്ന് എങ്ങനെ ഉണ്ടാവും? എന്റെ ദൈവമേ, ഒന്നും പറയണ്ട. നമ്മുടെ അടുത്തതായി ഇപ്പൊ വിരിയാൻ മുട്ടിട്ട് നിൽക്കാം. ഞാനത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. എന്റെ ദൈവമേ, ഒന്നും പറയണ്ട. എന്തൊരു ഭംഗിയാണെന്നറിയോ മുല്ലപ്പൂക്കൾ കാണുന്നേ മണക്കുന്നേ തന്നെ. നമുക്ക് ലേഡീസിന് ഒരു ഭയങ്കര നമ്മുടെ ആ ഒരു കൗമാര ഏജ്, ഒരു നെസ്റ്റാൾജിയ, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ആ ഏജിലേക്കൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ടുപോകും അല്ലെ. അങ്ങനെ പൂവൊക്കെ ചൂടി നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു ഏജിലേക്ക് കൊണ്ടുപോകും.
അപ്പൊ മരമുല്ലയും കൂടി ഞാൻ എക്സ്ട്രാ ഇവർക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനം നമുക്ക് പാക്ക് ചെയ്യണം. അപ്പൊ ഞാനൊന്ന് വിശദമായിട്ടൊന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അതാ ഞാൻ ഓർത്ത് ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ആദ്യം ഇതങ്ങ് തുടങ്ങാമെന്ന് ഓർത്ത്. ടേബിൾ അപ്പൊ അത്രയും വൈഡ് ആയിട്ട് നമുക്ക് വേണമല്ലോ. ഇതെങ്ങനെ പാക്ക് ചെയ്യും എന്നുള്ളതാണ് എന്റെ സ്ട്രെസ്. അതാണ്. ഓക്കെ, ഞാൻ പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇതിന്റെ കളി കണ്ടോ? ഇതിന് ഞാൻ എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയോ? ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ, അപ്പൊ ആ വീഡിയോയുടെ ഫൈനൽ പണികളായിരുന്നു രാത്രി ഇട്ട്. എനിക്ക് പിന്നെ വീഡിയോ മേക്ക് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു രാത്രി ആയപ്പോ ഞാൻ ഒരു 12 മണിയൊക്കെ ആയപ്പോ കിടന്നു കേട്ടോ. കിടന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമില് പിന്നെ പഞ്ചെന്ന് പറയുന്ന ഒരു കുട്ടിക്കുരങ്ങന്റെ വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലല്ലേ. ജപ്പാനിലെ ഒരു സൂവില് അത് ജനിച്ചപ്പോ തന്നെ എന്റെ അമ്മയ്ക്ക് അതിന് വേണ്ട, അപ്പൊ അങ്ങനെ ഉപേക്ഷിച്ച് പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഉപദ്രവിക്കുന്നു. അപ്പൊ അതിന്റെ കുറേ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ കയറി വരികയാണ്. ദൈവമേ, ഞാനത് ഇരുന്ന് കണ്ടു കരഞ്ഞു. രാത്രി 12 മണിയായപ്പോ കണ്ണ് വീങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാ. കരഞ്ഞു എന്താ അറിയില്ല, എനിക്ക് അങ്ങനത്തെ കണ്ട ഭയങ്കര സങ്കടം വരും കേട്ടോ. ആ കുരങ്ങു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ മുഴുവൻ ഇതിനെ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. എക്സാക്ട്ലി നമ്മുടെ പഞ്ചിന്റെ അതേ ബിഹേവിയറാ. ഈ വീട് മുഴുവൻ ഇതിന് പറഞ്ഞു നടക്കാം, പക്ഷെ ഇതിന് പോകണ്ട. ഇതിന് ഫുൾ ടൈം എന്റെ കൂടെ വേണം. ഇതിങ്ങനെ അമ്മ സ്നേഹം, അതിന് ഫിയറും കൂടിയാ. ഇന്ന് പാനിക് അറ്റാക്ക് എന്നാണ്ടാന്ന് തോന്നുന്നു. നമ്മൾ ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇത് അല്ലറി കരയാൻ തുടങ്ങും. അമ്മ പോലെ എന്നുള്ള മട്ടില്. അങ്ങനെ നമുക്ക് ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും കേട്ടോ. വഴക്ക് പറയാ. പിന്നെ എനിക്ക് തോന്നും പാവല്ലേ, അതിന് അമ്മയില്ലാഞ്ഞിട്ടല്ലേ, അത് നമ്മൾ അമ്മയായിട്ട് കരുതുകൊണ്ടല്ലേ, അങ്ങനെ എനിക്ക് തോന്നും കേട്ടോ. അപ്പൊ സങ്കടം വരും. അപ്പൊ ഇന്നലെ പഞ്ചുകുഞ്ഞിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതിനെ ഓർമ്മ വരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇരുന്ന് ധാരധാരയായിട്ട് കുറെ കരഞ്ഞു. എന്തിനാന്ന് എനിക്കറിയത്തില്ല, കുറെ കരഞ്ഞ് പിന്നെ കണ്ണെല്ലാം വീങ്ങി കുറെ. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ മനുഷ്യനപ്പുറം മുറുകി കിടന്ന് കേക്കല്ലേ നടന്നു. ഞാൻ എന്തിനാ രാത്രി കിടന്ന് ഇങ്ങനെ കരയുന്നേന്ന് ഓർത്തിട്ട് കേക്കല്ലേ നടന്നേ അങ്ങനെ. പിന്നെ എത്ര നമ്മളിപ്പോ എന്തെങ്കിലും നമ്മള് ഒരു ന്യൂസ് കയറി വന്നാൽ പിന്നെ അതിന്റെ തന്നെ കുറെ വീഡിയോ കയറി വരും. അങ്ങനെയാന്ന്. പിന്നെ എനിക്ക് എല്ലാ കമന്റും ഇരുന്ന് വായിക്കില്ല. ഈ പഞ്ചിന്റെ അവസ്ഥ എന്തായെന്നറിയാം. ലാസ്റ്റ് ഒരു അരമണിക്കൂർ കുറെ വീഡിയോ അതിന്റെ തന്നെ കണ്ട് കമന്റ് വായിച്ച് അവസാനം പഞ്ചിന് പുതിയ ഫാമിലി കിട്ടിയത് കണ്ടതിനിപ്പോ സമാധാനമായി. അതിന് ഏതോ ഒരു അമ്മയും അപ്പനും അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഒരമ്മ ഇപ്പൊ അതിനെ കെയർ ചെയ്യുന്ന കുറെ വീഡിയോസ് ഒക്കെ കയറി വന്നു. അത് കണ്ടപ്പോ ആശ്വാസമായി. അപ്പൊ ഇന്ന് എനിക്ക് ഇതിനോട് കുറേയും കൂടി, ആ വീഡിയോ കണ്ടോണ്ടാ തോന്നുന്നു, ഇന്ന് എനിക്ക് ഇതിനോട് കുറേയും കൂടി പാവം തോന്നും കേട്ടോ. പാവല്ലേ ഇത്. എന്റെ ദൈവമേ, രാവും പകൽ ഇതിന് എന്റെ മേത്ത് ഇങ്ങനെ ജീവിക്കണം. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് മാറി നിൽക്കണം. അതാണ് ഇതിന്റെ ആഗ്രഹം. നിന്റെ കാര്യ പറയണേ. ഇതിന് ഫുൾ ടൈം നമ്മുടെ മേത്ത് ഇങ്ങനെ കൊത്തി. ഇത് ഭയങ്കരമായിട്ട് വർത്താനം വൈപ്പിന് ദേഷ്യാണ്. ഇതിന് നമ്മളിങ്ങനെ കൈയും കാലും കനക്കുന്നുണ്ട്. ഇതിന്റെ ആഗ്രഹം വെച്ചാൽ ഇതിനെ എപ്പോഴും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം, ഇതിനെ കൊഞ്ചിക്കണം, ഇതിനെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇതിനിങ്ങനെ ഇവിടെ ഇരിക്കണം, ഒരു കൂട് പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ കൈയൊക്കെ അനക്കാതെ വെച്ച് അതിരിക്കണം. പിന്നെ അത് ഇരുന്ന് വർത്താനം പറയും നമ്മളോട് ഭയങ്കരമായിട്ട് കുരുകുരാന്ന് പറഞ്ഞ് നമ്മളോട് എന്തൊക്കെയാ. നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും അതിന്റെ ഭാഷ കേട്ടോ. ഇങ്ങനെ കൊഞ്ചണതും പറയണതും ഒക്കെ. പിന്നെ ഇറിറ്റേഷനാണ്, ദേഷ്യമാണ്. അങ്ങനെയൊക്കെ ഇതിന്റെ ഒരു ഭാഷ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കേട്ടോ, പാവം തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെ പഞ്ചിനും വേണ്ടിയിട്ട് അങ്ങനെ ഇന്നലെ രാത്രി അപ്പൊ ഞാൻ പഞ്ചിനും നമ്മുടെ ടുട്ടുവിന് സമർപ്പിച്ച് കുറെ കരഞ്ഞ് വിഷമിച്ച് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഞാൻ എണീറ്റ് പായം തന്നെ ഇതിനെയാണ് ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് നേരം വെളുത്ത് 4 മണിയായുള്ളൂ. അമ്മ എന്തിനാ നേരത്തെ എണീക്കണേന്നൊരു ഭാവം കേട്ടോ. അപ്പൊ അതിന് ഭയങ്കര മടി കൂട്ടിന്ന് ഇറങ്ങിയവരാണ്. ഇതിന് ടൈമൊക്കെ അറിയാൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ സാധാരണ എണീക്കും പോലെയാണെങ്കിൽ 6 മണിയാകുമ്പോഴത്തേ ഇത് എണീറ്റ് ഇങ്ങനെ കൂട്ടിലിങ്ങനെ നമ്മൾ നോക്കി കിടപ്പുണ്ടാവുക. അങ്ങനെ ലൈറ്റ് ഇടുമ്പോൾ ഇതിപ്പോ നേരത്തെ എണീറ്റുകൊണ്ട് അതിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നെ അത് കൂട്ടി തന്നെ കയറി പോകാൻ നോക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തൊക്കെയായാലും നല്ല രസമാണ്. പാവം, ഒരു തരത്തിൽ പറഞ്ഞ പാവം അല്ലേ. ഇങ്ങനെ ഈ വീട് മുഴുവൻ പറഞ്ഞു നടക്കാമെങ്കിൽ ഇതിന് പറക്കണ്ട. ഇത് നമ്മുടെ അടുത്ത് തന്നെ ജീവിക്കണം തോന്നണമെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ട് എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ അല്ലെ. ഇതിനൊരു ഫിയറോ മിസ്സിങ്ങോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ അല്ലേ. നിന്റെ കാര്യം പറയണേ. നീ എന്നെ കാണിക്കണേ. നീ എന്നെ കാണിക്കണേ. നീ എന്തായി കാണിക്കണേ? എന്നെ കാണിക്കണേ. എന്താ ഫുഡ് കടിച്ചു കൊടുക്കുക? എന്താ? അമ്മ മസാജ് ചെയ്ത് തരാം. അമ്മ മസാജ് ചെയ്ത് തരാം. ഫുൾ അതിന് മസാജ് വേണം. നമ്മൾ അതിനിങ്ങനെ തലോടി കൊടുത്തി വെച്ച് ഇങ്ങനെ കൊഞ്ചിക്കണം. പിന്നെ ഇതിന് ഉമ്മ വെക്കണം. പിന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് നോക്കണം. കൈ വെച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കണം. അപ്പൊ അതിന് നമ്മുടെ നഖം എല്ലാം കടിച്ച് വിരലെല്ലാം കടിച്ച് നശിപ്പിച്ചോണ്ടിരിക്കണം. അതൊക്കെയാണ് എന്റെ ആഗ്രഹം. ഫുൾ ടൈം അതിനെ കെയർ ചെയ്താൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇത് ഞാൻ കൂട്ടിക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് എന്റെ മൈക്കും കടിച്ച് പറയും, എന്റെ ഉടുപ്പിന്റെ ബട്ടൺസും എല്ലാം കടിച്ചു പറിച്ച് കളയും. അപ്പൊ ഞാൻ ഇതിനെ കൂട്ടിക്കൊണ്ടിട്ടിട്ട് ഇവിടെ തൊട്ടടുത്ത എന്റെ അടുത്ത് തന്നെ വെക്കും. എന്നിട്ട് എന്നെ കണ്ടോണ്ടിരിക്കാൻ വലിയ കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെയാ അല്ലേ. എന്നിട്ട് നമുക്ക് വേഗം പാക്ക് ചെയ്യാൻ തുടങ്ങാം.
നിന്നെ ഞാൻ കൊണ്ട് അടിയിൽ വെക്കും, നിന്നെ ഞാൻ കൊണ്ട് അടിയിൽ വെക്കും, നിന്നെ ഞാൻ കൊണ്ട് അതിൽ കൊണ്ട് വെക്കും. അവന്റെ ടൂട്ടി ഇതിലിരുന്നോ. അപ്പൊ ഞാൻ ഒരെണ്ണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ചെടി ഇങ്ങനെ പലതായിട്ട് പാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നിച്ച് റൗണ്ട് ചുറ്റും. അപ്പൊ ഇച്ചിരി ബലവും കൂടും, സേഫ് ആയിട്ട് ഇരുന്നോളൂ, ഏകദേശം ഒരേ നീളവും കിട്ടിക്കോളൂ. അപ്പൊ ആ രീതിയിൽ ഞാൻ പാക്കിങ് തുടരുവാണേ. ഏകദേശം ഒരേ വലുപ്പമായിട്ട് തോന്നും. കടാമുടാന്നിരുന്ന അവര് സമ്മതിക്കില്ല. അപ്പൊ ഫൈനലി നമ്മുടെ ഒരു പ്രൊഡക്റ്റ് റെഡിയായി. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ടെൻഷൻ രാവിലെ കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞിട്ട് സമാധാനമായി. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് ബോക്സുകളിൽ പാക്കറ്റുകളിലാക്കാം. അപ്പൊ ഇത് മാറ്റി വെച്ച് ബാക്കി ഇവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് ബാക്കി നമുക്ക് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് നമുക്ക് ചടപെടുമെന്ന് പാക്ക് ചെയ്യാം. ഈ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 കസ്തൂരി മഞ്ഞൾ ഹണിയുമാണ് കേട്ടോ പാക്ക് ചെയ്യാം. നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന മാജിക് കിച്ചൺ സിങ്ക് ക്ലീനർ, പിന്നെ 1 കിലോ കറിമഞ്ഞള്, പിന്നെ വയനാടൻ വാളംപുളി, അടിപൊളിയാണ് കേട്ടോ, കുരു കുത്തി കളഞ്ഞ 1/2 കിലോയുടെ പുളിയാണ് അത്, പിന്നെ ഗരം മസാല, ബോഡി മോയ്സ്ചർ. അപ്പൊ ഇത്രയൊന്ന് പാക്ക് ചെയ്യാം. പിന്നെ ആ കൂടെ റെങ്കൂൺ ക്രീപ്പറും കൂടെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെടിയാണ്, അടിപൊളിയാണ്. ഇങ്ങനെ ക്രീപ്പർ പ്ലാന്റ് ആണ്, നമ്മുടെ അടുത്തൊക്കെ ധാരാളം ഉണ്ട്. അത്ര ഭംഗിയാണ് ഇതിന്റെ പൂക്കള്. റെങ്കൂൺ ക്രീപ്പർ കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പൂക്കള് സൈഡിൽ കൊടുത്തേക്കാട്ടോ, കണ്ടു നോക്കിക്കോളൂ. അടിപൊളിയാണ് കൂട്ടുകാരെ. അപ്പൊ ഇതും കൂടി നമുക്ക് പാക്ക് ചെയ്യണം. കസ്റ്റമർ ഗീയും അതുപോലെ കസ്തൂരി മഞ്ഞളും ഗ്രീൻ ടീയുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും പാക്ക് ചെയ്യാം. അടുത്ത കസ്റ്റമർ ഹണി കാട്ടുതേനാണ്. ഹണി 1/2 കിലോയും അതുപോലെ റെഡ് ലിപ് ബാമും അതുപോലെ പ്ലെയിൻ ലിപ് ബാമും. അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 3 ഫേസ് വാഷ് പൗഡറും അതുപോലെ ബ്യൂട്ടി ഓയിലും. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 3 കസ്തൂരി മഞ്ഞളുടെ പാക്കറ്റും പിന്നെ റെഡ് ലിപ് ബാമുമാണ് പാക്കറ്റ്. അടുത്ത കസ്റ്റമർ കസ്തൂരി മഞ്ഞള്. ഇത് വേഗം ഒരു ചാക്കിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് ടേബിളിലേക്ക് കൊണ്ടുവെക്കട്ടെ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 ബ്യൂട്ടി ഓയില്, ഒരു ന്യൂഡ് കളർ ലിപ് ബാം, പിന്നെ നമ്മുടെ ഫേസ് പാക്ക്, രക്തശാലി ഫേസ് പാക്ക്, കസ്തൂരി മഞ്ഞൾ. ഇത്രയാണ്. അപ്പൊ ഇത്രയൊന്ന് പാക്ക് ചെയ്യാം. ഇനി അടുത്ത് നമ്മുടെ ബ്യൂട്ടിഫുൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 4 ബോഡി മോയ്സ്ചർ, അതിവിടെ വെക്കാം. പിന്നെ 2 പ്ലെയിൻ ലിപ് ബാം, ബ്യൂട്ടി ഓയില്, പിന്നെ ഇത് കണ്ടോ, ഇത് മൈക്രോ ഫൈബറിന്റെ നമ്മുടെ കിച്ചണിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 5 എണ്ണാണ് ഒരു പാക്കില്. 1 2 3 4 5 സെയിം കളർ തന്നെ എല്ലാത്തിനും 5 എണ്ണം മൈക്രോ ഫൈബർ. ഞാനൊക്കെ ലോങ് ടൈം ആയിട്ട് കിച്ചണിൽ മൈക്രോ ഫൈബർ യൂസ് ചെയ്യുന്നത്. ക്ലീൻ ആക്കി എടുക്കാനും നല്ല സൗകര്യമാണ്, നന്നായിട്ട് എല്ലാം വൃത്തിയാവുകയും ചെയ്യും. നമ്മൾ ഈ കിച്ചണിൽ കുക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം വാങ്ങാനും വെക്കാനും ഒക്കെ കൈക്കല എന്ന് പറയും നമ്മൾ വയനാട്ടുകാര്. നിങ്ങൾ എന്താ പറയുന്ന അറിയില്ല. അതിന് പകരം ഉപയോഗിക്കുന്ന ടവൽസ് ആണ് ഇത് കേട്ടോ. അങ്ങനെ അടിപൊളിയാണ്, വൃത്തിയായി കിട്ടും, പെട്ടെന്ന് തന്നെ കഴുകി ഉണങ്ങി എടുക്കുകയും ചെയ്യാം, ലോങ് ടൈം യൂസ് ചെയ്യുകയും ചെയ്യാം. നൂല് വരിയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മൈക്രോ ഫൈബർ ആണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. 5 എണ്ണാണ്, നിസാര വില ഉള്ളൂ ഇതിനൊക്കെ. ഇതൊക്കെ മേടിച്ചോളൂ, വാട്സപ്പിലേക്ക് വായോ. അപ്പൊ ഇത് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ചൂടത്ത് ഫ്രോക്ക് നൈറ്റി ഒക്കെ ഇടുന്ന എന്തൊരു സൗകര്യം. അപ്പൊ ഫ്രോക്ക് നൈറ്റികളും നല്ല ചുമ്പുരി ഫ്രോക്ക് നൈറ്റി ഉണ്ട്. അപ്പൊ ആ രീതിക്കൊക്കെ എല്ലാം യൂസ്ഫുൾ ആണ്. ഇനിയിപ്പോ നമ്മള് ചിക്കറിയിട്ട കോഫിയും കൂടി തുടങ്ങും. പിന്നെ പിക്കിളൊക്കെ അതും എനിക്ക് ബൾക്കായിട്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഈന്തപ്പഴവും ഡ്രൈ ബനാനയും ഭയങ്കര രുചിയാ.
ഭയങ്കരമായ ഒരു ന്യൂറോളജിക്കൽ ഫ്രീസ് അവസ്ഥയിൽ നിന്ന് എന്റെ നെർവ് സിസ്റ്റം ഒക്കെ പഴയ രീതിയിലേക്കായി, കംപ്ലീറ്റ് ആയിട്ടില്ല, ആ ഒരു രീതിയിലേക്കായി വരുന്നുള്ളൂ. അപ്പൊ കുറച്ചുകൂടി എനർജീന്റെ കുറവുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിക്കിളും തുടങ്ങും. അപ്പൊ ഇനി അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോഡി മോയ്സ്ചർ. പിങ്ക് ലിപ് ബാം ഇത് പാക്കാം. ഇത് വെട്ടിവർ റൂട്ട് പൗഡർ ആണ്. നല്ല സ്മെല്ലൊക്കെ കിട്ടും. ഒരു 2-3 തുള്ളി വെള്ളത്തിൽ ഇതിന് ചാലിക്കുക. എന്നിട്ട് നമുക്ക് ഡ്രസ്സിലോ കഴുത്തിലോ ബോഡിയിലോ അല്ലെങ്കിൽ നമ്മളെ കബോർഡിലോ ഒക്കെ തുറന്നു വെക്കാം. ആ ഒരു രീതിയിലേക്ക് പെരട്ടി വെച്ചാൽ മതി. നല്ല ഒരു ഡിവൈൻ സ്മെല്ല് കിട്ടും. അതാണ് ഭയങ്കര നമുക്കൊരു ആങ്സൈറ്റി ഡിപ്രഷൻ ഒക്കെ ഒരു മാറിയൊരു അങ്ങനെയാണല്ലോ പറയുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സോ പാനിക് അറ്റാക്കോ ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ ചില സംഗതികൾ കേൾക്കാൻ ഒന്നുകിൽ ചെവിയെ നമ്മൾ നുള്ളുക, അപ്പൊ പെട്ടെന്ന് ശ്രദ്ധ അങ്ങ് മാറും. അല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും 1-2 നല്ല സ്മെല്ലുകൾ നല്ല സ്മെല്ല് ചെയ്യുക, പുറത്തോട്ട് ഇറങ്ങുക, പ്രകൃതിയൊക്കെ ഒന്ന് കാണുക, എന്തെങ്കിലും മരത്തിന്റെ ഒക്കെ എടുത്തു പോയി മരത്തിനൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുക. അങ്ങനെ കുറെ കാര്യങ്ങളാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. പെട്ടെന്ന് നമുക്കൊരു ആങ്സൈറ്റിയും ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഫുഡ് എടുത്ത് കഴിക്കുക, ആ ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധ മാറ്റുക ആ രീതിയിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇങ്ങനെയാണ് അതിന്റെ കാര്യം. അപ്പൊ ഇനി നമുക്ക് അയ്യോ അടുത്ത നമ്മളെ ബ്യൂട്ടിഫുൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാടൻ കറിമഞ്ഞള്, അത് 1/2 കിലോ. പിന്നെ ഇത് പിന്നെ കുരു ഇല്ലാത്ത നമ്മുടെ വാളംപുളി കേട്ടോ, 1 കിലോ. അപ്പൊ അത് രണ്ടും കൂടി നമുക്ക് പാക്ക് ചെയ്യാം. വയനാടൻ കൊടംപുളി വാളംപുളി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണേ. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ അപ്പിപ്പുളി ഒന്നും മേടിക്കാതെ ഇതുപോലെ കുരു കളഞ്ഞ് ഒട്ടും കുരുവില്ല കേട്ടോ, കുരുവില്ലാതെ അങ്ങനെ നല്ല അടിപൊളി. അത് പുളിയായിട്ടിരിക്കും. പുളി എന്ന് പറയുമ്പോൾ വായി വെള്ളം വരുന്നു, കാണുമെന്നറിയില്ല. കൊയവയാന്നല്ല, പുളിയായിട്ട് തന്നെ ഇരിക്കും. പിങ്ക് ലിപ് ബാം. പിന്നെ ഈ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 3 ഹെയർ ഓയിൽ. മുടി താരം നന്നായിട്ട് പോകും, ഹെയർ നല്ല തിക്കായിട്ട് വളരാൻ തുടങ്ങും, അത് 3 എണ്ണം. പിന്നെ ബ്യൂട്ടി ഓയിൽ 2 എണ്ണം. നന്നായിട്ട് തലയിൽ ഒന്ന് തേച്ച് വെച്ചിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യുക. അങ്ങനെ വിടുക. ഒരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് ഒന്ന് കഴുകണം. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തേച്ചാൽ മതി. 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ തല നനച്ചാൽ മതി ഒരാഴ്ച. അതാണ് ഏറ്റവും നല്ലത്. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 1 കിലോ മില്ലറ്റ്സ്. ഇത് 5 ടൈപ്പ് മില്ലറ്റ്സിന്റെ 1 കിലോയുടെ പാക്കറ്റ് ആണ്. ഇതിലേക്ക് പച്ചരി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാം, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പുമാവൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. എന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം, കഞ്ഞി ഉണ്ടാക്കാം, മല്ലിയൊക്കെ. ഹെയർ ഓയില്, പിന്നെ വെട്ടിവർ റൂട്ട് പൗഡർ, പിന്നെ ഗീ, പിന്നെ അവരാവശ്യപ്പെട്ടിരിക്കുന്ന നല്ലൊരു മൈക്രോഫൈബറിന്റെ വെള്ളം അബ്സോർവ് ചെയ്യുന്ന ബാത്റൂമിന്റെ മുമ്പിലോ കിച്ചണിലോ ബെഡ്റൂമിന്റെ മുമ്പിലോ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മൈക്രോഫൈബറിന്റെ ചവിട്ടി. ഇത്രയാണ് പാക്ക് ചെയ്യാം. അടുത്ത കസ്റ്റമർ ബോഡി മോയ്സ്ചർ ബ്യൂട്ടി ഓയിലും. അടുത്ത നമ്മുടെ കസ്റ്റമർ ബോഡി മോയ്സ്ചർ, കസ്തൂരി മഞ്ഞൾ, രക്തശാലി ഫേസ് പാക്ക്, പിങ്ക് ലിപ് ബാം. ഇത്രയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് 1-2 ബിസ്ക്കറ്റ് എന്തെങ്കിലും എടുത്ത് നിന്നിട്ട് ബാക്കി വീണ്ടും പാക്കിങ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചിട്ട് ഒരു 11:30 വരെ ഞാൻ പാക്ക് ചെയ്യും. 12 മണിക്ക് മുമ്പ് നമുക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ കൂടി പോകും. എന്നിട്ട് കൊടുത്തിട്ട് പിന്നെ എനിക്ക് ആയുർവേദ കടയിൽ പോകാനുണ്ട്. 1-2 പ്രൊഡക്റ്റുകൾ നമുക്ക് മേടിക്കാനുണ്ട്. നമ്മുടെ ഫേസ് വാഷ് പൗഡർ തീർന്നു ഓൾറെഡി. ഇന്നത്തെ പാക്കിങ്ങിൽ തീർന്നു. അപ്പൊ ഞാൻ കുറച്ച് പേർക്ക് ഞാൻ അയച്ചിട്ടില്ല. ഇന്നത് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ അയച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമ്മളിവിടെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ മേടിക്കാനുണ്ട്. അപ്പൊ കുറെ സാധനം എന്റെ അടുത്തുണ്ട്. ബാക്കി 1-2 എണ്ണം, അതായത് ഓറഞ്ച് പീൽ പൗഡറും മാതള നാരങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ചത് ഞാൻ ചേർക്കാറുണ്ട്. അപ്പൊ അത് 2 റോ ഉള്ളത് മേടിക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ പൊടിച്ചെടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നതിന് നമ്മളൊരു 10 ഐറ്റത്തോളം 10-ന് മുകളിലുണ്ട് ഐറ്റംസ് നമ്മൾ അതിൽ ചേർക്കാറുണ്ട്. അപ്പൊ എല്ലാം ഇട്ടാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. നമ്മുടെ ഒരു പ്രോഡക്റ്റിലും ഒന്നും ഒരു കോംപ്രമൈസ് എനിക്ക് എന്റെ മനസ്സ് അംഗീകരിക്കില്ല. ക്വാളിറ്റി അതിലൊരു കോംപ്രമൈസ് നമ്മളില്ല. അപ്പൊ അതുകൊണ്ട് അതും കൂടി മേടിച്ചിട്ട് വേണം എനിക്കിനി ഫേസ് വാഷ് പൗഡർ ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ.
അപ്പൊ അയക്കാനുള്ള കുറച്ച് പേരുണ്ട്, 3-4 പേർക്കുണ്ട്. അത് ഞാൻ രണ്ടാമത് ഞാൻ സെപ്പറേറ്റ് എന്റെ ഇന്ന് റീചാർജ് എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുക്കുക. അങ്ങനെയാണ്. അപ്പം ഇനിയിപ്പോ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളത് ഇവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്യുക. അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ അടുത്ത് എല്ലാവരും മേടിക്കുന്ന പ്രൊഡക്റ്റുകൾ. ആഭരണങ്ങളൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം. പിന്നെ അത് ഞാൻ വേറെ ഷൂട്ട് ചെയ്യാം. ഒത്തിരി കമ്മലുകളും മാലകളും നെക്ലേസുകളും ഒക്കെ അടിപൊളിയുണ്ട്. അപ്പൊ അതുകളും ബാക്കി ഫ്രോക്ക് നൈറ്റീസും ബാക്കി കിച്ചൺ ഐറ്റംസും ബ്യൂട്ടി ഹെൽത്ത് എല്ലാ സാധനവും നമ്മുടെ അടുത്തുണ്ട്. ചെടികളുണ്ട്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയാലോ നിങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റുകൾ. അപ്പൊ ആവശ്യമുള്ള എല്ലാം വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ. ലൈക്കും ഷെയറും കമന്റും എന്തായാലും വേണം കേട്ടോ പ്ലീസ്. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൊറിയർ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെനിച്ചേട്ടൻ തന്നെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഉപകാരമായി. ഓൾറെഡി മെനിച്ചേട്ടനോട് പറഞ്ഞു അത് ഭയങ്കര ഉപകാരമായി മെനിച്ചേട്ടാ, എനിക്ക് ആണെങ്കിൽ പാരന്റ്സ് വരും, അതുകൊണ്ട് എനിക്ക് കുറെ പണികളൂടെ ഉണ്ടെന്ന്. അപ്പൊ മെനിച്ചേട്ടൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കാണ്ട് അത് മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ വേഗം ഇവിടെ എല്ലാം ഒന്ന് പൊടിയൊക്കെ വേഗം ഒന്ന് ഫ്ലോർ അടിച്ചു വാരി, എന്നിട്ട് പിന്നെ വേഗം സോഫയിലെ പൊടിയെല്ലാം ഒന്ന് തട്ടി, പൊടിയെല്ലാം ഒന്ന് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാം ഒന്ന് തുടച്ചിട്ടു വെച്ചാൽ ടേബിളൊക്കെ തുടച്ചിട്ടു, ഫ്ലോറൊന്നും തുടച്ചില്ല കേട്ടോ. എന്നിട്ട് വേഗം ഞാൻ വിറ്റിത്തിറങ്ങിയിട്ട് അങ്ങനെയാണ്. പക്ഷെ ഈ കാറ്റാണേ ഒരു മഴക്കാറ് പോലെയാണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചപ്പും കരിയിലും എല്ലാം കൂടി വീണ് കിടക്കും കേട്ടോ. അപ്പൊ ഒരുമാതിരി മുടിഞ്ഞ അമ്പലം പോലെ അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം ഓടി നടന്ന്, മഴക്കാറും വരുന്നുണ്ട് കേട്ടോ. അവര് വരുന്നതിന് മുമ്പ് വേഗം ഞാൻ മിറ്റെല്ലാം ഒന്ന് അടിച്ചു വാരി. നല്ല മഴക്കാറ് കയറുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും മഴ പെയ്യും. കുറേ പൂക്കൾ പുതിയതായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇന്ന് നോക്കാനും എൻജോയ് ചെയ്യാനും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഇന്നും അങ്ങനെ പോട്ടെ. കുറേ ചെമ്പരത്തിയൊക്കെ പുതിയതാ മഞ്ഞ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കി ഇരുന്ന സാധനങ്ങളാണ്. അതൊന്നും എൻജോയ് ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ഇനി പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇവിടെ എല്ലാം അടിച്ചു വാരിയിട്ട് എന്നാൽ ഇനിയിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പകുതിയാക്കി വെച്ചേക്കും. അതൊന്ന് അപ്ലോഡ് ചെയ്യണം ബാക്കിയുള്ള വോയിസ് ഒക്കെ കൊടുത്തിട്ട്. അതായത് ഈ ഫോൾസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇതും ചെറുനാരങ്ങ നീരും കൂടി ഇതിന്റെ ഇല പറിക്കുക. എന്നിട്ട് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അരയ്ക്കുക. അരച്ചിട്ട് നമ്മൾ കയ്യിലിട്ട മൈലാഞ്ചി പോലെ നല്ല കളർ കിട്ടും. കുറേ ദിവസം ഞാൻ ചെയ്യണം. ഇങ്ങനെ ക്യൂടെക്സ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളൂ. ക്യൂടെക്സ് വിഷം ശരിക്കും പറയാൻ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഇങ്ങനെ വലുതിലും അടുത്തതിലും ഒക്കെ ക്യൂടെക്സ് ഇടുമ്പോൾ ഒത്തിരി അങ്ങനെ ഫുഡിന്റെ കൂടെയൊക്കെ നമ്മൾക്ക് ഉള്ളിൽ പോകും. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റണം. അപ്പൊ അത് കുറേ ദിവസം ഞാൻ ഓർക്കണം അത് ചെയ്യണം. ഇതുവരെ അതിന് സമയം കിട്ടിയിട്ടില്ല. ഇത് കണ്ടോ പൊന്നു പോലെ ഒരു മഞ്ഞ ചെമ്പരത്തി വിരിഞ്ഞെത്തുന്നത് എന്ത് രസമെന്ന് നോക്കി. ഇത് നമ്മുടെ കണ്ണേരി പൂക്കാൻ വേണ്ടിയിട്ട് മുട്ടുകളൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോ നിറച്ച് പൂക്കൂട്ടോ. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ. പിന്നെ നമ്മുടെ ക്യാറ്റ്സ് ക്ലോ പൂത്ത് തുടങ്ങിയതാ. മഞ്ഞപ്പൂണ്ടോ ക്യാറ്റ്സ് ക്ലോ പൂത്ത് വിരിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ മൊത്തം അങ്ങ് വിരിയും. അങ്ങനെയാണ് മൊത്തം. ഇതാണ് ക്യാറ്റ്സ് ക്ലോ. ഒരു അധികം ദിവസം നിൽക്കത്തില്ല, ഒരു 5-6 ദിവസം നിൽക്കത്തുള്ളൂ. പക്ഷെ അത്രയും ദിവസം നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ റെമൂൺ ക്രീപ്പർ. അതും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് മൊത്തം കയറി കിടക്കുവാണെങ്കിൽ ഒന്നിച്ചങ്ങ് വിരിഞ്ഞു കിട്ടും. അപ്പൊ എന്തൊരു ഭംഗിയാണെന്നറിയോ. പെട്ടെന്ന് ഈ വലിയ വലിയ ചപ്പുകളും പൂക്കളുടെ ഇതളുകളും അങ്ങനത്തെ എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടു. അത്യാവശ്യം ഒരു വൃത്തിയാക്കിയിട്ടു. അല്ലെങ്കിൽ എന്തോ പോലെ കിടക്കൂലേ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പെൺമക്കളെല്ലാവരും പെൺപിള്ളേരെല്ലാവരും ഇങ്ങനെ അല്ല അമ്മമാരൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇതാക്കി ഇടുമല്ലേ. ചുമ്മാ കുറ്റം പറഞ്ഞില്ലെങ്കിലും അവർക്കൊരു വിഷമാവും. നമ്മളിങ്ങനെ ഒരു വൃത്തിയില്ലാതെയാണ് ജീവിക്കണേന്ന് തോന്നുമ്പോൾ. അല്ല എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത് അങ്ങനെ ഒരു തോന്നൽ വരില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട്. നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറെ തണ്ട് ഇന്നലെ ഞാൻ വെട്ടിക്കളഞ്ഞു. അശ്വമിച്ച് ഭയങ്കര കംപ്ലൈന്റ്. വണ്ടിയിലേക്ക് പോറൽ വീഴുമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ അപ്പൊ ഞാൻ കുറെ കമ്പങ്ങ് വെട്ടി. അവിടെ ഈ ഓറഞ്ച് ഞാൻ എന്റെ ഡ്രീം ആയിരുന്നു, ഇങ്ങനത്തെ ഓറഞ്ച് കളർ. അത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കാറ് കയറുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് വൈകുന്നേരം മഴ പെയ്യും. ഇത് കണ്ട കൂട്ടുകാരെ കോഞ്ചിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയും തണ്ടുകളായിട്ട് ഇത്രയും വളർന്ന് പന്തലിച്ച് കയറുന്നത് കേട്ടോ. വളരെ പിന്നെ അത് പോകത്തേയില്ല. ഒരു വട്ടം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1,00,000 പൂമ്പാറ്റകൾ ഒന്നിച്ചിങ്ങനെ പറക്കുന്ന ഒരു ഫീലാണ് കേട്ടോ കോഞ്ചിയ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ. ഒറ്റ ചെടിയിൽ നിന്ന് ഇത്ര ഉണ്ടായേക്കണെന്ന് ഓർക്കണം. ഒരിക്കലും പോകത്തൂല, അങ്ങ് പടർന്ന് കയറിക്കോളും. പിന്നെ ഇലയൊന്നും കാണാനേ ഇല്ല പൂക്കളായി കഴിഞ്ഞാൽ. അത്രയും ഭംഗിയാണ്. ഒരു രക്ഷയില്ല, നമ്മളങ്ങ് നോക്കി നിന്ന് പോകും. അതുപോലെ മണമൊന്നുമില്ല, പക്ഷെ അതീവ സുന്ദരിയാണ്. ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 6 മാസം അങ്ങനെ നിന്നോളൂ കേട്ടോ ഇതുപോലെ. പിന്നെ ഇതിപ്പോ ഏകദേശം കഴിയാനായതാണ് കേട്ടോ. അതിന്റെ കളർ മങ്ങി ആയതാണ്. വിരിഞ്ഞു തുടങ്ങി കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ. അത്രയും ഭംഗിയാണ്. അതാണ് കോഞ്ചി. അപ്പൊ എല്ലാ ചെടികളും നമ്മൾ വെക്കുന്ന ക്രീപ്പർ പ്ലാന്റുകളെല്ലാം ഒന്നിനൊന്ന് ഭംഗിയാണ്. ആവശ്യമുള്ളതെല്ലാം വാട്സപ്പ് നമ്പറിലേക്ക് പോരെ കേട്ടോ. ഈ പൂച്ചേൻ്റെ എടുക്കണ്ട ഇതിനകത്ത് അറ്റാച്ച് പൂച്ച കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറ്റീനെ എടുക്കണേ. പതിനെട്ടാം കളയിൽ വയ്ക്കും മതി. വലിയ ശത്രു അടുത്തിരിപ്പുണ്ട്.
അതിനെയും കുറച്ച് നേരം നോക്കി. മിനുവിന് പകുതി സമയം കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട്, ഒന്നും കാണണേ. ഇതേതാടാ